ഹലോ ഫ്രണ്ട്സ്, ലൈവായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മളെ അടുക്കള പൂന്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ ഇതൊക്കെ ആ കൂട്ടത്തിലുള്ള നമ്മൾ ചെറിയ കമ്പ് നട്ടതായിരുന്നല്ലോ. അപ്പോൾ ഞാനിതിനൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നൊരു വോയിസൊന്നും ഇടണ്ടല്ലോ, നേരിട്ട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലൈവായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെറിയ കമ്പുകളൊക്കെ നട്ട് കൊടുത്താണ് നമ്മൾ അരയിലിയ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വലുതാണിയനുസരിച്ചിട്ട് നമുക്ക് ചട്ടിക്ക് മാറ്റി വെക്കുകയൊക്കെ ചെയ്യതിനെ. അപ്പോൾ ചെറിയ ചെറിയ കമ്പുകൾ നട്ട് ഇത് ഇത്രയും ഒക്കെ വലുപ്പമായിട്ടുണ്ട്. ആദ്യം നട്ടതാണ് താഴെ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക, അതായത് നമ്മുടെ കാബേജും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അടുക്കള പൂന്തോട്ടം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തോ എനിക്കിതിനെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനായിട്ട് തന്നെ ഞാനിതിങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യാണ്. പൂക്കളൊക്കെ ഉണ്ട്, ഇതാ റോസാപ്പൂക്കളൊക്കെ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും ഈ പൂക്കളുണ്ടല്ലോ, ഇതിനൊക്കെ ഈ എന്താ പറയുക, പൂമൊട്ട് വരുമ്പോൾ തന്നെ ഒരു കരിച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും വിരിഞ്ഞ് വരുമ്പോൾ നല്ല പൂവായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇതിലൊക്കെ ഇടയ്ക്ക് ഈ എന്താ പറയുക, എട്ടുകാലിയാണ് ഇതിൻ്റെ ഈ മുട്ടുകളൊക്കെ തിന്നണത്. കണ്ടില്ലേ, ഒക്കെ കരിഞ്ഞതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുത്തി കൊടുക്കാനുള്ളത്. അപ്പോൾ കട്ട് ചെയ്യണത് തന്നെ ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. അതിൽ തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കും. ഇതുണ്ടില്ലേ, ഇതൊക്കെ എന്നോ കുത്തിയതാണ്, പക്ഷേ ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനെ തെകൊക്കെ തളുത്ത് വരുന്നുണ്ട് കേട്ടോ, കാണുന്നില്ലത്. ഏതായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണ് നമ്മളെ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടൊക്കെ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കുമ്പളങ്ങൻ്റെ കുരുവാണ്, ഒക്കെ ഇതിൽ തന്നെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ മുളകും തൈ, ഒന്നിനും വേറെ ചട്ടിയിലേക്കൊന്നും പോകാനില്ല. നന്നായിട്ടൊരു എന്താ പറയുക, കത്തിയോ ചട്ടകോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നമ്മളെ കേബേജൊക്കെ ഇവിടെ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കേബേജൊക്കെ അങ്ങനെ ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ ലീഫൊക്കെ ഉണ്ടല്ലോ, ഈ ചെറിയ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സലാഡിലൊക്കെ ഇട്ട് കൊടുക്കാം. അടുത്ത് കൊടുക്കണേ. വേനൽക്കാലം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകി കിട്ടുന്ന വെള്ളവും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എന്താ പറയുക, വാട്ടർമെലൺ ലീഫിൻ്റെ പൂ കണ്ടിട്ടുണ്ടാകുക, പൂവിട്ടിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും പൂക്കളുണ്ടാകുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്.